എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ മൊത്തത്തിൽ നിർത്തലാക്കുമോ എന്ന് ഉള്ളൊരു ഡൗട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഓർഡറുകളും അതുപോലെ തന്നെ RTIകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഓർഡറിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ചുവടെ ചേർക്കുന്ന വ്യയ നിയന്ത്രണ നിർദ്ദേശങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ നടപ്പിലാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അതിൽ ടൈപ്പിസ്റ്റിൻ്റെത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്തുവാൻ പാടുള്ളൂ. അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അതായത് ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളുടെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നെ കുറഞ്ഞിരിക്കുന്നത്, അതായത് അവരുടെ ആവശ്യമില്ല എന്നാണ് ഈ ഓർഡർ പ്രകാരം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവനക്കാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് വന്നിട്ടുള്ള ഒരു ഉത്തരവാണ്. ഇത് വന്നിട്ടുള്ള ഡേറ്റ് 20/3/2025 അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് വരുന്നത് വഴി നമുക്കറിയാം ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റിനൊക്കെ അഡ്വൈസുകൾ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മൊത്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാലും ടൈപ്പിസ്റ്റ് പോസ്റ്റിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഇതിനൊന്നും ഈ പോസ്റ്റുകൾക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ച് ജോലിയിൽ കയറാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഷോർട്ട് ഹാൻഡ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടി സാധ്യതയുണ്ട്. അതായത് സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, റിപ്പോർട്ടർ തുടങ്ങിയ എല്ലാ പോസ്റ്റുകൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറേ ഓർഡറുകൾ ഇപ്പോൾ അടുത്തായിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.